Hello, good morning students. വെൽക്കം ടു ശ്രീവത്സം എജു ഹബ്. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ എവിലിൻ ഗ്ലെൻ എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ യു റീഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ തന്നെ എവിലിൻ ഗ്ലെൻ ആരാണ്? എവിലിൻ ഗ്ലെൻ ലിസൺസ് ടു സൗണ്ട് വിത്തൗട്ട് ഹിയറിങ് ഇറ്റ്. നമ്മളൊക്കെ സൗണ്ട് എങ്ങനെയാണ് കേൾക്കുന്നത്? ചെവി കൊണ്ടാണ് അല്ലേ കേൾക്കുന്നത്. പക്ഷേ എവിലിൻ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ എങ്ങനെയാണ് കേൾക്കുന്നത്? നമുക്കിത് പഠിച്ചു തന്നെ മനസ്സിലാക്കാം. സോ ബിഫോർ യു റീഡ്, ഗോഡ് മേ ഹാവ് ടേക്കൺ ഹെർ ഹിയറിംഗ് ബട്ട് ഹി ഹാസ് ഗിവൺ ഹെർ ബാക്ക് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. വാട്ട് വി ഹിയർ ഷീ ഫീൽസ് ഫോർ മോർ ദാൻ ഡീപ്ലി ദാൻ എനി ഓഫ് അസ്. അപ്പം ദൈവം അവൾക്ക് എന്തിൻ്റെ കഴിവ് കൊടുത്തിട്ടില്ല, കേൾക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. പക്ഷേ എന്തോ ഒരു എക്സ്ട്രാ ഓർഡിനറി, നമുക്കൊന്നുമില്ലാത്ത ഓർഡിനറി അല്ലാത്ത ഒരു കഴിവ് എവിലിൻ ഗ്ലെന്നിന് കൊടുത്തിട്ടുണ്ട്. വാട്ട് വി ഹിയർ, നമ്മൾ കേൾക്കുന്നത് പുള്ളിക്കാരിക്ക് എന്താണ്? ഷീ ഫീൽസ് ഫാർ മോർ ഡീപ്ലി ദാൻ എനി ഓഫ് us. നമ്മൾ കേൾക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായ രീതിയിൽ വളരെയധികം ഫീലോടെ കുറേ കൂടെ ഒരു പ്രത്യേകതയോടെയാണ് എവിലിൻ ഗ്ലെൻ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഷീ എക്സ്പ്രസസ് മ്യൂസിക് സോ ബ്യൂട്ടിഫുൾ. അതുകൊണ്ടാണ് എവിലിൻ ഗ്ലെൻ വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസീഷ്യൻ ഇൻ ദ വേൾഡ് ആയി മാറിയത്. ഒരു പെർക്കഷനിസ്റ്റാണ്. ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിച്ച് തന്നെ പോവാം. സോ നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഒരു ചോദ്യമുണ്ടല്ലേ. റീഡ് ദ ഫോളോയിങ് അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ ഹു ഫോട്ട് അഗെയിൻസ്റ്റ് എ ഫിസിക്കൽ ഡിസബിലിറ്റി ആൻഡ് മെയ്ഡ് ഹെർ ലൈഫ് എ സക്സസ്ഫുൾ സ്റ്റോറി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠത്തിലൂടെ ഒരു ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ചെവിയോ കാലോ കണ്ണോ ഒന്നും വയ്യാത്ത ആരെങ്കിലും ഒരാൾ, അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളുടെ ഒരു ലൈഫിലൊരു സക്സസ് സ്റ്റോറിയാണ്. അപ്പോൾ ജീവിതത്തിലൊരു ബെസ്റ്റായിട്ട് മാറിയതിനെ പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സമയം കളയേണ്ട നോക്കാം. റഷ് അവർ ക്രൗഡ്സ് ജോസിൽ ഫോർ എ പൊസിഷൻ ഓൺ ദ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ പ്ലാറ്റ്ഫോം. എ സ്ലൈറ്റ് ഗേൾ ലുക്കിംഗ് യങ്ങർ ദാൻ ഹെർ 17 years വാസ് നെർവസ് യെറ്റ് എക്സൈറ്റഡ് ആസ് ഷീ ഫെൽറ്റ് ദ വൈബ്രേഷൻസ് ഓഫ് ദ അപ്രോച്ചിങ് ട്രെയിൻ. അപ്പോൾ ഇത് എവിലിൻ ഗ്ലെന്നിനെ പറ്റിയാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പുള്ളിക്കാരി നിൽക്കുമായിരുന്നു. അപ്പോൾ വളരെയധികം തിരക്കുള്ള ക്രൗഡാണ്. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, ജോസിൽ എന്ന് വെച്ചാൽ എന്താണ്, അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടി 17 വയസ്സിൽ യങ്ങറാണ്. അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ആ വരുന്ന ട്രെയിനിനെ ഇങ്ങനെ ട്രെയിൻ വരുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുമല്ലോ ബോഡിയിൽ. അപ്പോൾ ആ ഒരു വൈബ്രേഷനൊക്കെ അനുഭവിച്ചിങ്ങനെ നിൽക്കുകയാണ്, ആ ഒരു പേടിയോടെ, നെർവസായിട്ട്. സോ ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് ഡേ അറ്റ് ദ പ്രസ്റ്റീജിയസ് റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക് ഇൻ ലണ്ടൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേടിച്ച് നിൽക്കാനുള്ള കാര്യം ഇവളുടെ ആദ്യത്തെ ദിവസമാണ് എവിടെ, റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു, ഞാൻ പിക്ക് ഇട്ടുകയാണ് നോക്കിയോ. അപ്പോൾ ആ ഒരു അക്കാഡമിയിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എവിലിൻ പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളും, ആൻഡ് ഡോണ്ടിങ് ഇനഫ് ഫോർ എനി ടീനേജർ ഫ്രഷ് ഫ്രം എ സ്കോട്ടിഷ് ഫാം അല്ലെ, ഒരു സ്കോട്ട്ലൻഡിലെ ഒരു ഫാമിൽ നിന്നും വരുന്ന ഒരു കുട്ടിക്ക് ഇത്രയും വലിയ ഒരു റോയൽ അക്കാഡമിയിലൊക്കെ പോയി പഠിക്കുന്ന നേരത്ത് എന്ത് കാണും, ഒരു ടെൻഷൻ കാണും, അല്ലെങ്കിൽ നെർവസ് ആയിരിക്കും. ആ കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഷീ ഈസ് ഡോണ്ടിങ് ഇനഫ് ഫോർ എനി ടീനേജർ ഫ്രഷ് ഫ്രം എ സ്കോട്ടിഷ് ഫാം. ഒരു ടീനേജർ നിങ്ങളെ പ്രായമുള്ള സമയത്താണ് കേട്ടോ, നിങ്ങളെക്കാളും ഒരു 1-2 വയസ്സ് കൂടുതൽ പ്രായമുണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ എവിലിൻ ഗ്ലെൻ എവിടെ പോകുന്നത്, റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക്കിലേക്ക് പോകുന്നത്. എങ്ങനെ പോകുന്നു, എന്തിനു പോകുന്നു നമുക്ക് കഥയിൽ തന്നെ നമുക്കുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. സോ ബട്ട് ദിസ് ആസ്പയറിംഗ് മ്യൂസീഷ്യൻ ഫേസ്ഡ് എ ബിഗ്ഗർ ചലഞ്ച് ദാൻ മോസ്റ്റ്. ഷീ വാസ് പ്രൊഫൗണ്ട്ലി ഡെഫ് അല്ലേ. പക്ഷേ ഈ ഒരു മ്യൂസീഷ്യന് നേരിടേണ്ടി വന്ന ഒരു ലൈഫിലെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീ വാസ് പ്രൊഫൗണ്ട്ലി ഡെഫാണ്. പ്രൊഫൗണ്ട്ലി മീൻസ് എന്താണ്, വളരെയധികം ഇൻറ്റൻസ് ആയിട്ട് ഡെഫായിട്ടുള്ള ഒരാളാണ്. സോ എവിലിൻ ഗ്ലെൻസ് ലോസ് ഓഫ് ഹിയറിംഗ് ഹാഡ് ബീൻ ഗ്രാജുവൽ. Her mother remembers noticing something was wrong when the 8-year-old Evelyn was waiting to play the piano. അപ്പോൾ എവിലിൻ ഗ്ലെന്നിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്, പുള്ളിക്കാരിയുടെ ചെവി കേൾക്കുന്നത്, ലോസ് ഓഫ് ഹിയറിംഗ്, ചെവി കേൾക്കാത്തത് ഉടനെയല്ല, അത് പയ്യെ ആയിരുന്നു. അവളുടെ അമ്മ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്താണ്, എവിലിന് 8 വയസ്സായിരുന്ന സമയത്ത് when the 8-year-old Evelyn was waiting to play piano. അപ്പോൾ പിയാനോ വായിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന സമയത്ത് they called her name and she didn't move. I suddenly realized she hadn't heard, says Isabel Glennie. അപ്പോൾ ഇസബൽ ഗ്ലെന്നിയാണ് അമ്മയുടെ പേര്. അപ്പോൾ അമ്മ പറയുകയാണ്, അവൾ പിയാനോ വായിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഞാൻ അവളെ പേര് വിളിച്ചപ്പോൾ അവൾ എന്ത് ചെയ്യുന്നില്ല, അത് കേൾക്കുന്നില്ല.
സോ ഫോർ എ ക്വയറ്റ് എ വൈൽ എവലിൻ മാനേജ് ടു കൺസീൽ ഹെർ ഗ്രോയിങ് ഡെഫ്നെസ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് പിന്നെ എന്ത് ചെയ്തു, എവലിൻ മാനേജ് ടു കൺസീൽ എന്ന് വെച്ചാൽ എന്താണ്, ഹൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു ഫ്രണ്ട്സിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിലുള്ള ടീച്ചേഴ്സിൽ നിന്നുമൊക്കെ അവൾക്ക് ചെവി കേട്ടുകൂടാ എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യാണ്, മറച്ചു വയ്ക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളും ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ പറയാൻ മടിക്കും. കാര്യം പിന്നെ നമ്മളെ ചിലപ്പോൾ കളിയാക്കാം അല്ലേ, പല രീതിയിലും. അതുകൊണ്ട് തന്നെയാണ് എവലിൻ ഗ്ലെന്നും ഒരു വിഷമം കൊണ്ടത് മറച്ചു വെച്ചിരുന്നത്. ബട്ട് ബൈ ദ ടൈം ഷീ വാസ് 11 ഹെർ മാർക്സ് ഹാഡ് ഡിറ്റീരിയറേറ്റഡ് ആൻഡ് ഹെർ ഹെഡ് മിസ്ട്രസ് urged her parents to take her to a specialist. അപ്പം പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ 11 വയസ്സൊക്കെ 11 വയസ്സായപ്പോഴേക്കും പുള്ളിക്കാരിയുടെ മാർക്കൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിറ്റീരിയറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡിറ്റീരിയറേറ്റ് മീൻസ് എന്താണ്, വളരെ മോശമാവാൻ തുടങ്ങി, ഗെറ്റിംഗ് വേഴ്സ്. ആൻഡ് അങ്ങനെ ഹെഡ് മിസ്ട്രസ് എന്ത് ചെയ്തു, urged മീൻസ് അഡ്വൈസ് ചെയ്തു, പാരൻസിനോട് അഡ്വൈസ് ചെയ്യുകയാണ് അവൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. ഇറ്റ് വാസ് ദെൻ ഡിസ്കവേർഡ് ദാറ്റ് ഹെർ ഹിയറിംഗ് വാസ് സിവിയർലി ഇംപെയർഡ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്രാജുവൽ നെർവ് ഡാമേജ്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അവൾക്ക് ചെറിയൊരു പ്രശ്നമല്ല, ഇപ്പോൾ വളരെ വലിയൊരു രീതിയിലൊരു നെർവ് ഡാമേജ് ചെവിക്ക് സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരാനുള്ള കാര്യമെന്ന് മനസ്സിലായി. So they were advised that she should be fitted with hearing aids and sent to a school for the deaf. അപ്പോൾ അങ്ങനെ അവളുടെ ചെവിയിൽ എന്ത് ചെയ്യുക, ഹിയറിംഗ് എയ്ഡ് വെച്ച് കൊടുക്കാനൊക്കെ ഈ സ്പെഷ്യലിസ്റ്റൊക്കെ എന്ത് ചെയ്യുകയാണ്, അഡ്വൈസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവളെ എന്ത് ചെയ്യുക, ഡെഫായിട്ടുള്ള പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ അവളെ കൊണ്ടുപോകാൻ പറഞ്ഞു. എവറിത്തിങ് സഡൻലി ലുക്ക്ഡ് ബ്ലാക്ക് സേസ് എവലിൻ. അല്ലേ, അപ്പം നോർമലായിട്ടൊരു ജീവിതം ജീവിച്ചുകൊണ്ട് വന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇത് നഷ്ടപ്പെടുമ്പോൾ എന്താണ്, എല്ലാം ഒരു ബ്ലാക്ക് ആയതുപോലെ, എല്ലാം ശൂന്യമായതുപോലെ ആയിപ്പോവും അല്ലേ. ആദ്യമേ നമുക്ക് ഈ ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ വെച്ച് നടക്കുമ്പോൾ നമുക്കതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് എവലിൻ ഗ്ലെന്നിന് ദാറ്റ് ലുക്ക് ബ്ലാക്ക് എന്നുള്ള രീതി പറയുന്നത്, എല്ലാം ശൂന്യമായി പോയി. ബട്ട് എവലിൻ വാസ് നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ്. ഷീ വാസ് ഡിറ്റർമിൻഡ് ടു ലീഡ് എ നോർമൽ ലൈഫ് ആൻഡ് പേഴ്സ്യൂ ഹെർ ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക്. പക്ഷേ എവലിൻ ഗ്ലെന്നാക്കി മാറ്റിയതിൻ്റെ ഒറ്റ കാര്യം, അവൾ ഇതൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. ഷീ വാസ് ഡിറ്റർമിൻഡ്, മനസ്സുറപ്പിച്ച് ആ ഒരു വിൽ പവർ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഒരു നോർമൽ ലൈഫ് എല്ലാവരെയും പോലെ ജീവിക്കാനും അതുപോലെ അവളുടെ മ്യൂസിക്കിലേക്കുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയായാലും ഞാനത് നേടിയെടുക്കും എന്നുള്ള രീതിയിലുള്ള ആ ഒരു വിൽ പവറിലാണ് അവൾ ജീവിക്കുന്നത്. ബാക്കി വൺ ഡേ ഷീ നോട്ടീസ്ഡ് എ ഗേൾ പ്ലേയിങ് എ സൈലോഫോൺ ആൻഡ് ഡിസൈഡഡ് ദാറ്റ് ഷീ വാണ്ടഡ് ടു പ്ലേ ഇറ്റ് ടു. Most of the teachers discouraged her, but percussionist Ron Forbes spotted her potential. അപ്പോൾ ഒരു ദിവസം എവലിൻ നോക്കിയപ്പോഴേക്കും ഒരു കുട്ടി സൈലോഫോൺ വായിക്കുകയാണ്. സൈലോഫോൺ അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പിക്ചർ കൊടുത്തേക്കാം, നോക്കിയേ. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ഈ ഒരു കുട്ടിക്ക് അവൾക്കത് വായിക്കണമെന്ന് തോന്നുകയാണ് എവലിന്. അപ്പം പല ടീച്ചേഴ്സും പറഞ്ഞു, നീ അത് വായിക്കാൻ നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് റോൺ ഫോബ്സ് എന്ന് പറയുന്ന എവലിൻ്റെ ടീച്ചർ, അതായത് ഒരു പെർക്കഷനിസ്റ്റാണ്. എന്താണ് പെർക്കഷനിസ്റ്റ്? എ പേഴ്സൺ ഹൂ പ്ലേസ് ഡ്രം, തബല. അപ്പോൾ പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രംസ്, തബല തുടങ്ങിയ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് വായിക്കുന്ന ഒരു ടീച്ചറായിരുന്നു റോൺ ഫോബ്സ്. അപ്പോൾ റോൺ ഫോബ്സ് അവളെ എന്ത് ചെയ്തില്ല, ഡിസ്കറേജ് ചെയ്തില്ല. അവളുടെ പൊട്ടൻഷ്യൽ, അവളുടെ കഴിവിനെ തിരിച്ചറിയുകയും ഹീ ബിഗാൻ ബൈ ട്യൂണിങ് 2 large drums to different notes. Don't listen through ears, he would say. Try to sense it some other way, says Evelyn. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 ഡ്രം എടുത്ത് വെച്ചു. നമ്മൾ ഈ ഡ്രംസ് ഒക്കെ അറിയാമല്ലോ, ഇതിൽ 2 ഡ്രം വെച്ചിട്ട് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ടുകൾ വായിക്കുകയാണ്. അതായത് ഒന്ന് ഹൈ ആയിട്ടും ഒന്ന് ലോ ആയിട്ടും ഇങ്ങനെ വായിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് എവലിനോട്, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചെവി കൊണ്ട് നീ കേൾക്കാൻ ശ്രമിക്കരുത്. അവൾ ശ്രമിച്ചാലും കേൾക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിപ്പോയി അല്ലേ. അപ്പോൾ നീ എങ്ങനെ കേൾക്കുക, ട്രൈ ടു സെൻസ് ഇറ്റ് സം അതർ വേ, നീ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ നീ ഇതിനെ കേൾക്കാൻ ശ്രമിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് എവലിൻ നമ്മളോടും പറഞ്ഞു തരികയാണ്, ആ ഒരു റോൺ ഫോബ്സ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. സഡൻലി ഐ റിയലൈസ്ഡ് ഐ കുഡ് ഫീൽ ദ ഹയർ ഡ്രം ഫ്രം ദ വേസ്റ്റ് അപ്പ് ആൻഡ് ദ ലോവർ വൺ ഫ്രം ദ വേസ്റ്റ് ഡൗൺ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്ന സമയത്ത് ട്രെയിനിൻ്റെ വൈബ്രേഷൻ ദേഹത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയിലാണ് തുടങ്ങിയതല്ലേ. അപ്പോഴേ പുള്ളിക്കാരിക്ക് എന്തില്ല, ഹിയറിംഗ് ഇല്ല. അത് 17-ാം വയസ്സിൽ ആവാത്തതിന് മുമ്പെയാണ്. അപ്പോൾ ഇത് സംഭവിക്കുന്ന സമയത്തും ഇതേപോലെ പുള്ളിക്കാരി ഇതെങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി, ഹയർ ഡ്രം, വലിയ ഡ്രമ്മിലുള്ള അതിൽ നിന്നും വരുന്ന ഒരു സൗണ്ടിൻ്റെ വൈബ്രേഷൻ വേസ്റ്റിൻ്റെ അപ്പിലോട്ട്, നമ്മുടെ ഇടുപ്പിൻ്റെ മുകളിലോട്ടും, ലോവർ വൺ, അതായത് കുറച്ചുകൂടെ കുഞ്ഞു സൗണ്ടുള്ള ആ ഒരു ഡ്രമ്മിൻ്റെ വൈബ്രേഷൻ വേസ്റ്റിൻ്റെ താഴേക്കും പുള്ളിക്കാരിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി.
അവിടെയാണ് ജീവിതം തുടങ്ങുന്നത് തന്നെ. ഫോബ്സ് റിപ്പീറ്റഡ് ദ എക്സസൈസ് ആൻഡ് സൂൺ എവിലിൻ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് സെൻഡ് സർട്ടൻ നോട്ട്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി. അങ്ങനെ റോൺ ഫോബ്സ് ഇത് വീണ്ടും എന്ത് ചെയ്തു, ഈ എക്സസൈസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോൾ എവിലിന് മനസ്സിലായത് എവിലിൻ്റെ ബോഡിയിലെ പല ഭാഗങ്ങളിലും പുള്ളിക്കാരിക്ക് ഈ ഒരു വൈബ്രേഷൻ്റെ സഹായത്തോടെ മ്യൂസിക്കിൻ്റെ നോട്ട്സ് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. I learned to open my mind and body to sounds and vibrations. The rest was sheer determination and hard work. അപ്പം ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തു, അനുവദിച്ചു, എൻ്റെ മൈൻഡിനെ ഓപ്പണാക്കി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഈ സൗണ്ടുകളും വൈബ്രേഷൻസും ഒക്കെ മാക്സിമം എനിക്ക് കേൾക്കാമെന്ന് വെച്ചാൽ എന്താണ്, ഈ വൈബ്രേഷനിലൂടെ മനസ്സിലാക്കാനൊക്കെ പുള്ളിക്കാരി തുടങ്ങി. ബാക്കിയുള്ളതെല്ലാം റെസ്റ്റ് വാസ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന പോലെ ബാക്കിയുള്ളതൊക്കെ എങ്ങനെയായിരുന്നു പുള്ളിക്കാരിക്ക് ആ ഒരു ഹാർഡ് വർക്കോടെയും അതുപോലെ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ കൊണ്ടാണ് പുള്ളിക്കാരി നേടിയെടുത്തത്. ഷീ നെവർ ലുക്ക്ഡ് ബാക്ക് ഫ്രം ദ പോയിന്റ് ഓൺവേർഡ്സ്. ഷീ ടൂർഡ് ദ യുണൈറ്റഡ് കിങ്ഡം വിത്ത് എ യൂത്ത് ഓർക്കസ്ട്ര ആൻഡ് ബൈ ദ ടൈം ഷീ വാസ് 16 ഷീ ഹാഡ് ഡിസൈഡഡ് ടു മേക്ക് മ്യൂസിക് ഹെർ ലൈഫ്. അല്ലേ, അങ്ങനെ പുള്ളിക്കാരി ആ ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ, നമുക്ക് ജീവിതത്തിൽ പുള്ളിക്കാരിക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവ്, ദൈവം കൊടുത്ത ആ ഒരു കഴിവ് അതാണ്, വൈബ്രേഷൻസ് അറിയാൻ പറ്റുന്ന ഒരു കഴിവാണ്. അപ്പോൾ ഈ ഒരു കഴിവ് കിട്ടിയതോടെ ഷീ നെവർ ലുക്ക് ബാക്ക്, പിന്നെ തിരിഞ്ഞൊന്നും നോക്കിയിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്, ഒരു യൂത്ത് ഓർക്കസ്ട്ര ടീമിൽ അംഗമാവുകയും, ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ എന്താണ്, മ്യൂസിക് ബാൻഡ് പോലെ അതിലൊരു അംഗമാവുകയും യുണൈറ്റഡ് കിങ്ഡത്തിലെ പല സ്ഥലങ്ങളിലും മ്യൂസിക് പെർഫോം ചെയ്യുകയും. ആ ഒരു ടൈം 16 വയസ്സാണ് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരിക്ക് എന്ത് ഡിസൈഡ് ചെയ്തു, മ്യൂസിക് എൻ്റെ ജീവിതം തന്നെയാണ് എന്നുള്ള രീതിയിലൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഷീ ഓഡിഷൻഡ് ഫോർ ദ റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക് ആൻഡ് സ്കൗട്ട് വൺ ഓഫ് ദ ഹയസ്റ്റ് മാർക്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് അക്കാഡമി. അപ്പോൾ റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക്കിൽ പല ആൾക്കാർ വന്നിട്ടുണ്ട്, പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പോയിട്ടുള്ള ഒരു അക്കാഡമിയാണ്. അവിടെയൊക്കെ ഇങ്ങനെ ചെവി കേൾക്കാത്തൊരു കുട്ടി ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അവൾ ആദ്യമായിട്ട് വന്നത് മാത്രമല്ല, സ്കോർഡ് വൺ ഓഫ് ദ ഹയസ്റ്റ് മാർക്സ്. ആ ഒരു അക്കാഡമിയിലെ ഏറ്റവും ഉയർന്ന ഒരു സ്കോറാണ് ആര് നേടുന്നത്, എവിലിൻ നേടുന്നത്. ഷീ ഗ്രാജുവലി മൂവ്ഡ് ഫ്രം ഓർക്കസ്ട്രൽ വർക്ക് ടു സോളോ പെർഫോമൻസ്. പിന്നെ എന്ത് ചെയ്തു, ഈ ഓർക്കസ്ട്ര ഗാങ്ങിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യാണ്, സോളോ ഒറ്റയ്ക്കുള്ള പെർഫോമൻസസ് ഒക്കെയാണ് പിന്നെ ചെയ്തു തുടങ്ങുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ഹർ 3-year കോഴ്സ് ഷീ ഹാഡ് ക്യാപ്ചേർഡ് മോസ്റ്റ് ഓഫ് ദ ടോപ്പ് അവാർഡ്സ്. അപ്പോൾ 3 വർഷത്തിൻ്റെ ഇടയിൽ അവൾക്ക് ജീവിതത്തിൽ തന്നെ എന്താണ് മാക്സിമം ടോപ്പ് അവാർഡ്സ് ഒക്കെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, ക്യാപ്ചർ ചെയ്യാൻ പറ്റി, നേടാൻ പറ്റി. ആൻഡ് ഫോർ ഓൾ ദിസ് എവിലിൻ വോണ്ട് അക്സെപ്റ്റ് എനി ഹിൻറ്റ് ഓഫ് ഹീറോയിക് അച്ചീവ്മെൻറ്റ്. പക്ഷേ ഇത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ട് പോലും പുള്ളിക്കാരി എന്ത് കാണിക്കത്തില്ല, ഞാൻ വലിയ ഹീറോ ആണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ കിട്ടിയെന്നോ അങ്ങനെ ഒരു ഹിൻറ്റ്, ഒരു ചെറിയൊരു എക്സ്പ്രഷനിൽ പോലും പുള്ളിക്കാരി അത് കൊണ്ടുവരത്തില്ല. സോ ഇഫ് യു വർക്ക് ഹാർഡ് ആൻഡ് നോ വെയർ യു ആർ ഗോയിങ് യു വിൽ ഗെറ്റ് ദെയർ. അല്ലേ, അപ്പം പുള്ളിക്കാരി പറയുന്ന അതാണ്, നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എന്തായാലും അത് എത്തിത്തീർക്കും. അപ്പോൾ ഇത് നിങ്ങളും ഇപ്പോൾ ഈ പാഠം പഠിക്കുന്നവർ ഓർത്ത് വയ്ക്കുക, നിങ്ങൾക്കൊരു അംബീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ നേച്ചർ പോലും നിങ്ങളുടെ കൂടെ നിൽക്കും. ആൻഡ് ഷീ ഗോട്ട് റൈറ്റ് ടു ദ ടോപ്പ്. അങ്ങനെ ലോകത്തിൽ തന്നെ വേൾഡ് നമ്പർ 1 ആയിട്ട് മാറുകയാണ്. വേൾഡ്സ് മോസ്റ്റ് സോട്ട് ആഫ്റ്റർ മൾട്ടി പെർക്കഷനിസ്റ്റ് വിത്ത് എ മാസ്റ്ററി ഓഫ് സം 1000 ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു വിജയം കണ്ടോ, പുള്ളിക്കാരി ഒരു ഇൻസ്ട്രുമെൻ്റൊന്നും അല്ല പഠിച്ചത്, ആയിരക്കണക്കിന് ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ച് മൾട്ടി പെർക്കഷനിസ്റ്റാണ്. അതായത് ഒന്നിൽ കൂടുതൽ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്, ഞാൻ ഒരു 5-6 ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തേക്കാം. പക്ഷേ ആയിരക്കണക്കിന് ഇൻസ്ട്രുമെൻറ്റ്സ് മാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്, അത് മുഴുവൻ അറിയാം. ആൻഡ് ഹെക്റ്റിക് ഇൻ്റർനാഷണൽ ഷെഡ്യൂൾ. അത് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ എപ്പോഴും ഇൻ്റർനാഷണൽ മ്യൂസിക് കൺസേർട്ട്സും അതുപോലെ മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ട് നിറഞ്ഞതായിരുന്നു പുള്ളിക്കാരിയുടെ ജീവിതം. ഇറ്റ് ഈസ് ഇൻട്രിഗിങ് ടു വാച്ച് എവിലിൻ ഫങ്ഷൻ സോ എഫേർട്ട്ലെസ്ലി വിത്തൗട്ട് ഹിയറിങ്. അല്ല, ഇത് നമുക്കൊരു ഇൻട്രിഗിങ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ അതിശയിപ്പിക്കുന്ന കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എങ്ങനെ ഇവൾ വായിക്കുന്നു കേൾക്കാതെ, അതും ഒരു എഫേർട്ട് പോലും ഇല്ലാതെ. ഇൻ അവർ 2-hour discussion she never missed a word. And men with bushy beards give me trouble, she laughed. അപ്പം ഈ പുള്ളിക്കാരിയായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് പോലും ഇവൾക്കൊരു വാക്ക് പോലും, എവിലിൻ ഒരു വാക്ക് പോലും മിസ് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ടെല്ലാം പറയുകയാണ്. എന്നിട്ട് എവിലിൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ ഈ കേൾക്കാത്തവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ലിപ്പ് മൂവ്മെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ എവിലിൻ പറയുകയാണ്, ഈ ബുഷി ബിയേർഡ്സ് ഉള്ള, അതായത് നമ്മൾ ഈ ചുണ്ട് പോലും താടിയായിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെയാണ് എനിക്ക് കുറച്ച് ട്രബിൾ വരുന്നത്. അവരെ നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരെ വായിച്ച് മനസ്സിലാക്കാനോ എന്താണ് ഇവർ പറയുന്നതെന്നൊന്നും ഇടയ്ക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. It's not just watching the lips, it's the whole face, especially the eyes.
അല്ലേ? അപ്പം ഈ ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ലിപ്പ് മൂവ്മെൻറ്റും അതുപോലെ അവരുടെ കണ്ണിലെ ആക്ഷൻസും മുഴുവൻ ഫേസിലെ എക്സ്പ്രഷൻ നോക്കിയിട്ടാണ്. പക്ഷേ ഇത്രയും താടിയൊക്കെ ഉള്ള ആൾക്കാർ ആകെപ്പാടെ കണ്ണിൻ്റെ കുറച്ച് ഭാഗം മാത്രം കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവരെയൊക്കെ പറയുന്നത് എന്താണ്, വളരെ പാടായിട്ടാണ് എവലിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഷീ സ്പീക്സ് ഫ്ലോലെസ്ലി വിത്ത് സ്കോട്ടിഷ് ലിറ്റ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണ്, ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ ഒരു സ്കോട്ടിഷ് വേ ഓഫ് സ്പീക്കിങ്ങിൽ, ലിൽറ്റ് എന്ന് വെച്ചാൽ അതാണ് കേട്ടോ. അങ്ങനെയാണ് ആര് സംസാരിക്കുന്നത്, എവിലിൻ. മൈ സ്പീച്ച് ഈസ് ക്ലിയർ ബിക്കോസ് ഐ കുഡ് ഹിയർ ടിൽ ഐ വാസ് 11 ഷീ സേസ്. 11 വയസ്സ് വരെ കേൾക്കാൻ പറ്റുന്ന ഒരു കുട്ടി ആയതുകൊണ്ടാണ് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവൾക്ക് നല്ല രീതിയിൽ തെറ്റ് വരാതെ സംസാരിക്കാൻ പറ്റുന്നതെന്നാണ് എവിലിൻ പറയുന്നത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് എക്സ്പ്ലെയിൻ ഹൗ ഷീ മാനേജ് ടു ലേൺ ഫ്രഞ്ച് ആൻഡ് മാസ്റ്റർ ബേസിക് ജാപ്പനീസ്. അപ്പോൾ അവൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അത് കൂടാതെ ഫ്രഞ്ചും കുറച്ച് ബേസിക് ആയിട്ടുള്ള ജാപ്പനീസ് ഭാഷയൊക്കെ അറിയാം. അതെല്ലാം ഈ കേൾവി ശക്തി കേട്ടതിന് ശേഷമാണ് അവൾ പഠിക്കുന്നത്. പക്ഷെ അതെങ്ങനെ പഠിച്ചു എന്നൊന്നും അവൾ പറയുന്നില്ല, അത് നമുക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ആസ് ഫോർ മ്യൂസിക് ഷീ എക്സ്പ്ലെയിൻസ്, it pours in through every part of my body. It tinkles in the skin, my cheekbones and even in my hair. അല്ലേ? അപ്പം മ്യൂസിക് എന്താണ് എന്ന് എവിലിൻ പറഞ്ഞു തരികയാണ്. ഇതിങ്ങനെ എൻ്റെ ദേഹത്തൂടെ ഇങ്ങനെ ഒഴുകും, ബോഡിയിലെ എല്ലാ പാർട്ടിലൂടെയും ഒഴുകും, എൻ്റെ സ്കിന്നിലൂടെ അതെന്ത് ചെയ്യും, ടിങ്കിൾ ചെയ്യും. ടിങ്കിളെന്ന് വെച്ചാൽ തന്നെ ഇക്ലിയാക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെ ചീക്ക് ബോൺസിനെ, കവിളിലെ ബോൺസിനെ, അതുപോലെ എൻ്റെ ഹെയറിനെ, എല്ലായിടത്തും എനിക്ക് ആ മ്യൂസിക് എന്ത് ചെയ്യാൻ പറ്റും, അനങ്ങുന്നത് കാണാൻ, ഫീൽ ചെയ്യാൻ പറ്റും, കേൾക്കാനല്ല ഫീൽ ചെയ്യാൻ പറ്റും. വെൻ ഷീ പ്ലേസ് ദ സൈലോഫോൺ ഷീ ക്യാൻ സെൻസ് ദ സൗണ്ട് പാസിങ് അപ്പ് ദ സ്റ്റിക്ക് ഇൻ ടു യുവർ ഫിംഗർ ടിപ്സ്. ഞാൻ നേരത്തെ സൈലോഫോൺ കാണിച്ചു തന്നില്ലേ, അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് വെച്ചല്ലേ നമ്മളിങ്ങനെ വായിക്കുന്നത്. ഈ സ്റ്റിക്കിലൂടെ ഈ ഒരു സൗണ്ട് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയ്യിലെ ഫിംഗർ ടിപ്സിൽ പോലും, അല്ലേ, വിരലിൻ്റെ തുമ്പത്ത് പോലും അത് അവൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബൈ ലീനിങ് എഗെയിൻസ്റ്റ് ദ ഡ്രംസ് ഷീ ക്യാൻ ഫീൽ ദ റെസണൻസ് ഫ്ലോയിങ് ഇൻ ടു ഹെർ ബോഡി. അല്ലേ? അതുപോലെ തന്നെ ഡ്രംസ് വായിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് അങ്ങോട്ട് ലീൻ ചെയ്യും. ലീൻ എന്ന് വെച്ചാൽ കുറച്ച് ബെൻഡ് ചെയ്തായിരിക്കും വായിക്കുന്നത്. അങ്ങനെ വായിക്കുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് റെസൊണേറ്റ് ചെയ്യും. റെസൊണേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു സൗണ്ടിൻ്റെ എക്കോ ഇങ്ങനെ അവളുടെ ബോഡിയിലൂടെ അവൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓൺ എ വുഡൻ പ്ലാറ്റ്ഫോം ഷീ റിമൂവ്സ് ഹെർ ഷൂസ് സോ ദാറ്റ് ദ vibrations pass through her bare feet and up her legs. അല്ലേ? ആൻഡ് പിന്നൊരു കാര്യം എന്താണ്, ഈ ഡ്രംസൊക്കെ വായിക്കുന്ന സമയത്ത് തടിയുള്ള പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. ഈ തടിയുള്ള പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇവൾ വായിക്കുന്ന സമയത്ത് ഇവൾ എന്ത് ചെയ്യും, ഷൂസ് റിമൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കാലിലൂടെ ഈ ഡ്രംസിൻ്റെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസിൻ്റെ വൈബ്രേഷൻ കാലിലൂടെ അവളുടെ ബോഡിയിലേക്ക് അവൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നോട്ട് സർപ്രൈസിംഗ്ലി എവലിൻ ഡിലൈറ്റ്സ് ഹെർ ഓഡിയൻസസ്. ഇൻ 1991 ഷീ വാസ് presented with the Royal Philharmonic Society's prestigious Soloist of the Year award. അപ്പം ഈ ആരെയും ഞെട്ടിക്കാതെ, എന്ന് വെച്ചാൽ എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട്. കാര്യം എവിലിൻ അവരുടെ ഓഡിയൻസിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് പെർഫോമൻസ് നടത്തുന്നത്. ആൻഡ് 1991 ഒരു ബെസ്റ്റ് അവാർഡാണ് ഈ ഒരു റോയൽ ഫിൽഹാർമോണിക് സൊസൈറ്റി ഒരു സോളോ അവാർഡായിട്ട് കിട്ടുകയാണ് പുള്ളിക്കാരിക്ക്. God may have taken her hearing, but he has given her back something extraordinary. What we hear, she feels far more deeply than any of us. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വായിക്കുന്ന ആ ഒരു കാര്യം കേട്ടോ. എന്താണ്, ദൈവം അവളുടെ ഹിയറിംഗ് ശക്തി എടുത്തെങ്കിലും അവൾക്ക് എന്തോ ഒരു എക്സ്ട്രാ ഓർഡിനറി, കോമൺ ആയിട്ടില്ലാത്തൊരു കാര്യം, നമുക്കൊന്നും ഇല്ലാത്തൊരു കാര്യം അവൾക്ക് ദൈവം കൊടുക്കുകയാണ്. നമ്മൾ കേൾക്കുന്നത് വി ഹിയർ, നമ്മൾ കേൾക്കുന്നതിനേക്കാളും അപ്പുറമാണ് അവൾ ആ ഒരു കാര്യത്തെ അവൾ എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഷീ എക്സ്പ്രസ്സസ് മ്യൂസിക് സോ ബ്യൂട്ടിഫുള്ളി. അതുകൊണ്ടാണ് എവിലിന് ഈ ഒരു മ്യൂസിക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നല്ലപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. എവിലിൻ കൺഫെസസ് ദാറ്റ് ഷീ ഈസ് സംതിങ് ഓഫ് എ വർക്കഹോളിക്. ഐ ഹാവ് ജസ്റ്റ് ഗോട്ട് ടു വർക്ക് often harder than classical musicians, but the rewards are enormous. അല്ലേ? എവിലിൻ കൺഫസ് ചെയ്യാന്ന് വെച്ചാൽ കുമ്പസരിക്കുക എന്ന് പറയത്തില്ലേ. അപ്പോൾ തുറന്ന് പറയും, എന്താ പറയുന്നത്, ഞാനൊരു വർക്കഹോളിക്കാണ്. വർക്കഹോളിക് എന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, നിർത്താൻ പറ്റത്തില്ല. ആൻഡ് ഐ ഹാവ് ജസ്റ്റ് ഗോട്ട് ടു വർക്ക്. അല്ലേ? എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യണം. ആൻഡ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിക്കലായിട്ടൊക്കെ മ്യൂസിക് വായിക്കുന്ന മ്യൂസീഷ്യൻസിനേക്കാളും ഞാൻ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള റിവാർഡ്സ്, അതിൽ നിന്നും കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളും നമ്മുടെ എത്തുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതൊക്കെ എന്താണ്, ഒരുപാട് എനോർമസ്, വളരെ ബിഗ് സ്റ്റേജുകളാണ് എനിക്ക് കിട്ടിയത്. അപ്പാർട്ട് ഫ്രം ദ റെഗുലർ കൺസേർട്സ്
എവിലിൻ ഓൾസോ ഗിവ്സ് ഫ്രീ കൺസേർട്സ് ഇൻ പ്രിസൺസ് ആൻഡ് ഹോസ്പിറ്റൽസ്. അപ്പോൾ ഇത് മാത്രമല്ല, എന്ത് ചെയ്യും, പ്രിസണുകളിൽ, ജയിലിലൊക്കെ പോയിട്ടും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുള്ള അവിടെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് പാട്ടും സംഗീതമൊക്കെ വായിച്ചു കൊടുക്കാറുണ്ട്. ഷീ ഓൾസോ ഗിവ്സ് ഹൈ പ്രയോറിറ്റി ടു ക്ലാസ്സസ് ഫോർ യങ് മ്യൂസീഷ്യൻസ്. അപ്പോൾ എന്തൊരു ടാസ്ക് വന്നാലും അവൾ ഏറ്റവും കൂടുതലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കായിരിക്കും, ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആയിരിക്കും. കുഞ്ഞു മ്യൂസീഷ്യൻസിന് ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനാണ് എവലിൻ ശ്രമിക്കുന്നത്. ആൻ റിച്ച്ലിൻ ഓഫ് ദ ബെത്തോവൻ ഫണ്ട് ഫോർ ഡെഫ് ചിൽഡ്രൻ സേസ്. അപ്പോൾ ആൻ റിച്ച്ലിൻ എന്ന് പറയുന്ന പുള്ളിക്കാരി പറയുകയാണ്, അപ്പോൾ ഡെഫ് ചിൽഡ്രൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെയുള്ള ആൻ റിച്ച്ലിൻ പറയുന്നത്, ഷീസ് എ ഷൈനിങ് ഇൻസ്പിറേഷൻ ഫോർ ഡെഫ് ചിൽഡ്രൻ. ദേ സീ ദാറ്റ് ദർ ഈസ് നോ വെയർ ദാറ്റ് ദേ കനോട്ട് ഗോ. അപ്പം ഡെഫായിട്ടുള്ള പിള്ളേർക്ക് ഒരു ഇൻസ്പിറേഷൻ, ഷൈനിങ് എന്ന് വെച്ചാൽ അറിയാം, തിളങ്ങി നിൽക്കുന്ന ഒരു ഇൻസ്പിറേഷനാണ്. കാര്യം പുള്ളിക്കാരി എന്ത് ചെയ്യും, ഇവർക്ക് തന്നെ തോന്നും, എവിലിന് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് വിചാരിച്ചാലും എനിക്ക് നേടാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അവർക്ക് തോന്നുന്നത് എവിലിനെ കാണുമ്പോഴാണ്. എവിലിൻ ഗ്ലെനി ഹാസ് ഓൾറെഡി അക്കംപ്ലിഷ്ഡ് മോർ ദാൻ മോസ്റ്റ് പീപ്പിൾ ട്വൈസ് ഹർ ഏജ്. അല്ലേ, അവളുടെ ഏജിൽ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്നതിലും ഇരട്ടി അവാർഡ്സും ഒരു ബഹുമതിയൊക്കെ ഒരു റെസ്പെക്റ്റും ഒക്കെ ആര് നേടിയിട്ടുണ്ട്, എവിലിൻ ഗ്ലെന്ന് നേടിയിട്ടുണ്ട്. ഷീ ഹാസ് ബ്രോട്ട് പെർക്കഷൻ ടു ദ ഫ്രണ്ട് ഓഫ് ദ ഓർക്കസ്ട്ര ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി വെരി മൂവിങ്. ഷീ ഹാസ് ഗിവൻ ഇൻസ്പിറേഷൻസ് ടു ദോസ് ഹു ആർ ഹാൻഡിക്യാപ്ഡ്. അപ്പോൾ എവിലിൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, ഈ ഒരു ഓർക്കസ്ട്ര, അതായത് മ്യൂസിക്കൽ ഗാങ്ങിനോടോ അല്ലെങ്കിൽ മ്യൂസിക്കൽ വായിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിലും ഈ ഒരു പെർക്കഷൻ കൊണ്ടുവന്ന്, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെന്താണ്, ഇത് വളരെ ഒരു മൂവിങ് ആയിട്ടുള്ള, ആൾക്കാരെ ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ആൻഡ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, ഇതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ആയിട്ടുള്ള, ചെവി കേൾക്കാത്തവരും കണ്ണ് കാണാൻ പറ്റാത്തവരും, ഇവർക്കൊക്കെ എവലിൻ ഒരു ഇൻസ്പിറേഷനായിട്ട് മാറുകയാണ് ചെയ്തത്. പീപ്പിൾ ഹൂ ലുക്ക് ടു ഹെർ ആൻഡ് സേ ഇഫ് ഷീ ക്യാൻ ഡു ഇറ്റ് ഐ ക്യാൻ. അല്ലേ, ആൾക്കാർ അവളെ നോക്കിയിട്ട് പറയും, എവലിനും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉറപ്പായിട്ടും എനിക്കും ചെയ്യാൻ പറ്റും. അല്ലേ, നിങ്ങളും ആ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് നേടാൻ പറ്റും ലൈഫിൽ. ആൻഡ് നോട്ട് ദ ലീസ്റ്റ് ഷീ ഹാസ് ഗിവൺ എനോർമസ് പ്ലഷർ ടു മില്യൺസ്. അത് മാത്രമല്ല, ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഒരു പ്ലഷർ, സന്തോഷം കൊടുക്കാൻ. അല്ലേ, അപ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷം തരാൻ ഒരാളെ കൊണ്ട് പറ്റുമെങ്കിൽ അവരൊക്കെ എന്താണ്, ഒരു മഹത് വ്യക്തികൾ തന്നെയാണ്. അല്ലേ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. സോ സെക്കൻഡ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും അൺടിൽ നെക്സ്റ്റ് വീഡിയോ, സീ യു.